സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പാകിസ്ഥാനാണ് വ്യവസ്ഥകൾ ലംഘിച്ചത് എന്ന് UN പ്ലീനറി കമ്മീഷൻ അറിയിക്കുന്ന UN പ്ലീനറി സെഷനിൽ ഭാരതം അറിയിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ഭാരതം നിലപാട് അറിയിച്ചിരിക്കുന്നു. സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാനാണ് വ്യവസ്ഥകൾ മറികടന്നത് എന്ന് ഭാരതം അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദേവിക, തീർച്ചയായും പാകിസ്ഥാനാണ് തുടർച്ചയായി ഈ സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചത്. അതായത് ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രിയാമ്പിളിൽ തന്നെ, അല്ലെങ്കിൽ പീഠിക എന്ന് പറയുന്ന ഒരു ധാരണയുടെ പ്രധാന ഘടകം എന്തെന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന തുടക്കത്തിലെ വാചകങ്ങളിൽ തന്നെ പറയുന്നത്, പരസ്പര ധാരണയിലും സൗഹൃദത്തിലും തുടരുമ്പോൾ മാത്രമാണ് ഈ കരാറിന് സാധ്യതയുണ്ടാവുക എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം, അതായത് 1960 ശേഷം തുടർച്ചയായി ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ ഭീകരരെ കയറ്റിവിടുകയും അതുപോലെ തന്നെ ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുകയും ഭാരതത്തെ ഭീകരാക്രമണങ്ങൾ വഴി പൊറുതിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു നീക്കങ്ങളാണ് തുടർച്ചയായി ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി തങ്ങളുടെ തന്നെ പരസ്പര ധാരണയോടെ, അതായത് വേൾഡ് ബാങ്കിന്റെയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ധാരണയോടെ മൂന്ന് പാർട്ടികളും ചേർന്ന് നടന്ന ഒരു ത്രികക്ഷി കരാറിന്റെ സ്വഭാവമുള്ള കരാറിലൂടെ യാഥാർത്ഥ്യമാക്കിയ ഒരു വിഷയത്തെ അവർ തന്നെ അട്ടിമറിക്കുകയായിരുന്നു. അവർ പുലർത്തേണ്ട മാന്യതകൾ പുലർത്താതെ, അതായത് പാകിസ്ഥാൻ പുലർത്തേണ്ട മാന്യതകൾ കണ്ടില്ലെന്ന് വെച്ച് വെള്ളം നൽകുന്നു എന്നത് ഒരു നേട്ടമായി കണക്കാക്കി അക്രമങ്ങൾ തുടരുകയും തുടർച്ചയായ അതിക്രമങ്ങൾ തുടരുകയും ഭാരതത്തിനെതിരെ ഭീകരത കയറ്റിയയക്കുകയും ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുകയും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത് തന്നെയാണ് പ്രഥമമായ ഒരു വയലേഷൻ അല്ലെങ്കിൽ ഒരു ലംഘനം എന്നാണ് ഇന്ന് ഇന്റർനാഷണൽ ഗ്ലേസിയർ കോൺഫറൻസിൽ കീർത്തിവർദ്ധൻ സിംഗ്, രാജ്യത്തിന്റെ പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞത്. ഈ ഗ്ലേസിയർ കോൺഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലേസിയറുകളുടെ, അതായത് മഞ്ഞുമലകൾ നിൽക്കുന്ന ധ്രുവപ്രദേശങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള ഒരു കോൺഫറൻസ് ആണ്. അത്തരത്തിലുള്ള പാരിസ്ഥിതിക വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഈ കോൺഫറൻസിന്റെ സാധ്യതകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചർച്ചകളിൽ നദീജല കരാർ, സിന്ധു നദീജല കരാർ ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയത്. ആ ലക്ഷ്യം പാകിസ്ഥാൻ തെറ്റായ രീതിയിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സമ്മേളനമായ ഗ്ലേസിയർ കോൺഫറൻസിന്റെ ലക്ഷ്യത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്. പല കാരണങ്ങളും പാകിസ്ഥാൻ ഇതിനെ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ കൂടി അടിസ്ഥാനപരമായി നദീജല കരാറിനെ ലംഘിച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. ആ ലംഘനം തുടർച്ചയായി വർഷങ്ങളോളം തുടരുകയും 65 വർഷത്തോളമായി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ തുടർന്നതിന് ശേഷമാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഭാരതം സമ്മർദ്ദത്തിലായത് എന്നൊരു നിലപാട് തന്നെയാണ് കീർത്തിവർദ്ധൻ സിംഗ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അന്താരാഷ്ട്ര കോൺഫറൻസുകളെ, അതായത് ഇന്റർനാഷണൽ ഗ്ലേസിയർ കോൺഫറൻസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഒരു പാരിസ്ഥിതികവും ശാസ്ത്രീയവുമായ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. അത്തരം വേദികളിൽ പോലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കോടെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണോ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ നിലപാടുകളിലേക്ക് ഇവർ പോകുന്നു എന്നാണ് ഇന്ന് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുണ്ടായത്. തീർച്ചയായും ഏറെ ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുക തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കീർത്തിവർദ്ധൻ സിംഗ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തു. ചില ഇത്തരത്തിലുള്ള മഞ്ഞുമലകൾ ഉരുകിയ വെള്ളം ആണ് ഈ സിന്ധു നദിയെ സമ്പുഷ്ടമാക്കുന്നത് എന്നൊരു കാരണം പറഞ്ഞാണ് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാൽ തീർത്തും പാരിസ്ഥിതികമായ വിഷയങ്ങളാണ് ഗ്ലേസിയർ കോൺഫറൻസുകളിൽ ചർച്ച ചെയ്യുക. നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര തലത്തിൽ താപനില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ആഗോള താപനത്തിന്റെ വിഷയമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ മഞ്ഞുമലകൾ ഉരുകുന്ന ഒരു സാഹചര്യവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ വളരെ നിർണായകമായ ഒരു ഭാഗമാണ് ഭാരതത്തിന് വഹിക്കാനുള്ളത്. നമുക്കറിയാവുന്നതാണ്, ഹിമാലയ സാനുക്കളുടെ സാന്നിധ്യം ഭാരതത്തിലുള്ള അതുകൊണ്ട് തന്നെ ഭാരതത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുമുണ്ട് ഈ കോൺഫറൻസിൽ. ആ കോൺഫറൻസിനെയാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത്. എന്ത് തന്നെയായാലും വീണ്ടും ഭാരതം മറ്റൊരു അന്താരാഷ്ട്ര വേദിയിൽ കൂടി അതിശക്തമായി പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെ രൂക്ഷമായി എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദേവിക, സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചത് പാകിസ്ഥാൻ തന്നെയെന്ന് UN പ്ലീനറി സെഷനിൽ ഭാരതം അറിയിച്ചിരിക്കുന്നു. പരസ്പര ധാരണയിലും സൗഹൃദത്തിലും നിലനിൽക്കേണ്ടതാണ് നദീജല കരാർ എന്ന ധാരണ രേഖകളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നതിലൂടെ തന്നെ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു. സ്വയം കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് ഭാരതത്തെ കുറ്റപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ എന്നും പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. UN പ്ലീനറി സെഷനിൽ ഒന്നായ താജിക്കിസ്ഥാനിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഗ്ലേസിയർ കോൺഫറൻസിലാണ് ഭാരതം നിലപാട് ശക്തമായി പറഞ്ഞത്. ഇന്റർനാഷണൽ ഗ്ലേസിയർ കോൺഫറൻസിന്റെ ലക്ഷ്യങ്ങളെ തന്നെ പാകിസ്ഥാൻ അട്ടിമറിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.